വെൽക്കം ടു ഓട്ടോക്യാഡ് ഓൺലൈൻ ട്രെയിനിങ്. എന്റെ പേര് സീന. ഞാൻ ബിം ലാബ്സിൽ ടെക്നിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ബിം ലാബ്സ് ഓട്ടോഡെസ്കിന്റെ ഓതറൈസ്ഡ് ലേണിംഗ് പാർട്ട്ണർ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലോക്കും റൈറ്റ് ബ്ലോക്കും എന്നീ ഓപ്ഷൻസ് ആണ്. ഓക്കെ, നമുക്ക് ഓട്ടോക്യാഡ് ഓപ്പൺ ചെയ്യാം. ബ്ലോക്ക് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ഡ്രോയിങ്ങിനകത്ത് ഒത്തിരി തവണ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഐറ്റംസ് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ മെക്കാനിക്കൽ ഡ്രോയിങ് ആണെങ്കിൽ ഒരു നട്ട് ആവാം, ഒരു ആർക്കിടെക്ചർ ഡ്രോയിങ്, ഒരു ഫ്ലോർ പ്ലാൻ ഒക്കെ ആണെങ്കിൽ, ബിൽഡിങ്ങിന്റെ ഫ്ലോർ പ്ലാൻ ആണെങ്കിൽ അതിനകത്ത് ഒരു ഡോർ ആവാം, വിൻഡോസ് ആവാം. ഇതെല്ലാം ഒത്തിരി തവണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്ട്സ് ആണ്. സോ അതിന്റെ തന്നെ നമുക്ക് സിംഗിൾ ആയിട്ട് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ നമുക്ക് ബ്ലോക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് എങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് എനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ട ഡ്രോയിങ് വരയ്ക്കാം. ഇപ്പൊ ഞാൻ ഈ ഒരു റെക്ടാംഗിൾ വരയ്ക്കുന്നു. ഇതിന്റെ എല്ലാത്തിന്റെയും കോർണറിൽ ഞാൻ ഒരു റെക്ടാംഗിൾ വരയ്ക്കുകയാണെ. സെലക്ട് ചെയ്തിട്ട് അതിന്റെ കോപ്പീസ് എടുത്ത് വെക്കാം. ഇതൊരു സിംഗിൾ ആയിട്ടുള്ള ഡ്രോയിങ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. പ്ലേസ് ചെയ്തു. നമുക്കിനി ഇതിനെ രണ്ടിനെ ഒന്ന് മിറർ ചെയ്ത് വെച്ചാൽ മതി. മോഡിഫൈഡ് ടൂൾസ് ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ മിറർ കമാൻഡ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഫൈൻ. ഓക്കെ, ഡ്രോയിങ് നമ്മുടെ വന്നിട്ടുണ്ട്. ഇതിനെയാണ് എനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അതിന്റെ കമാൻഡ് കൊടുക്കാം. ബ്ലോക്ക് എന്ന് പറയുന്നത് ബി എന്റർ, കമാൻഡ് ബി എന്റർ കൊടുക്കുന്നു. ബ്ലോക്ക് ഡെഫിനിഷൻ ഇങ്ങനെ വരും. അല്ല എങ്കിൽ ഇവിടെ അനോട്ടേറ്റ് എന്നൊരു ഇൻസേർട്ട് എന്ന ടാബിനകത്ത് ഇവിടെയുണ്ട് ക്രിയേറ്റ് ബ്ലോക്ക്. ക്രിയേറ്റ് ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാലും സെയിം ബ്ലോക്ക് ഡെഫിനിഷൻ ആണ് വരുന്നത്. അവിടെ നിന്ന് ഞാനൊരു ബ്ലോക്കിന് ഒരു നെയിം കൊടുക്കുകയാണ്. ഞാൻ നെയിം 1 എന്ന് കൊടുത്തു. അടുത്ത് ബേസ് പോയിന്റ് ആണ്. സ്പെസിഫൈ ഓൺ സ്ക്രീൻ ആണ് ഞാൻ ടിക്ക് ചെയ്യുന്നതെങ്കിൽ XYZ വാല്യൂസ് കണ്ടോ 0 ആവും. ആ ഒരു ഡ്രോയിങ്ങിന്റെ ബേസ് പോയിന്റ് ഈ ഒരു ഒറിജിൻ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. നമുക്ക് അത് വേണ്ട. ഞാൻ പിക്ക് ചെയ്യുന്ന പോയിന്റ് തന്നെ വേണമെങ്കിൽ പിക്ക് പോയിന്റ് ഓപ്ഷൻ എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു കറക്റ്റ് കോർണർ പോയിന്റ് പിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡ്രോയിങ്ങിന്റെ ഒരു കോർണർ പോയിന്റ് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സെലക്ട് ഒബ്ജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ സ്പെസിഫൈ ഓൺ സ്ക്രീൻ എടുത്തെങ്കിൽ സ്ക്രീനിലുള്ള കംപ്ലീറ്റ് ഒബ്ജക്റ്റും ബ്ലോക്ക് ആവും. നമുക്ക് അങ്ങനെയല്ല, നമ്മൾ സെലക്ട് ചെയ്യുന്നത് മാത്രം മതിയെങ്കിൽ സെലക്ട് ഒബ്ജക്ട്സ് ഓപ്ഷൻ എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, ഇങ്ങനെ ക്രോസ് സെലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡ്രോയിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ഇവിടെ ഒരു പ്രിവ്യൂ കൂടി കാണിച്ചു തരും. ഇനിയുള്ളതെന്ന് പറയുന്നത് ഈ ബ്ലോക്ക് ആക്കാൻ പോകുന്ന ഒബ്ജക്റ്റിന്റെ കുറച്ച് ബിഹേവിയർ ആണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ഇവിടെ റീറ്റേൺ എന്നൊരു ഓപ്ഷൻ ആണ് കൊടുക്കുന്നത്. റീറ്റേൺ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. അപ്പോഴേക്കും എന്താ സംഭവിച്ചെന്ന് അറിയാമോ, സോഴ്സ് ഒബ്ജക്റ്റ് എന്ത് ചെയ്യുകയാണ്, ബ്ലോക്ക് ആവാണ്ട് റീറ്റേൺ ആണ് ആയിട്ടുള്ളത്. പക്ഷെ എന്ത് നമ്മൾ കൊടുത്താലും നമുക്ക് എന്താണ് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് ഒരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ക്രിയേറ്റ് ചെയ്ത ബ്ലോക്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻറ്റർ കൊടുക്കാം. ഇൻസേർട്ട് ബട്ടൺ ഇവിടെ കൊടുക്കുമ്പോൾ കണ്ടോ നമ്മുടെ ബ്ലോക്ക് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്ലേസ് ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത് സോഴ്സ് ഒബ്ജക്റ്റ് ബ്ലോക്ക് ആവാണ്ട് റിട്ടേൺ ചെയ്തത് കൊണ്ടാണ്. പക്ഷെ ഇവിടെ എന്തായിട്ടുണ്ട്, അതൊരു സിംഗിൾ സെലക്ഷനിൽ കിട്ടിയിട്ടുണ്ട്, അത് ബ്ലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഒരു ഡ്രോയിങ് കൂടി ചെയ്യാം. ആ 3 ഓപ്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വെറുതെ ഒരു ഡ്രോയിങ് വരച്ചതിന് ശേഷം കമാൻഡ് ബി എൻറ്റർ ചെയ്യുന്നു. നെയിം 2 കൊടുത്തു. പിക്ക് പോയിന്റ് ഓപ്ഷൻ എടുത്ത് ഞാൻ ഇവിടെ പോയിന്റ് പിക്ക് ചെയ്തു. സെലക്ട് ഒബ്ജക്ട് എടുത്തതിന് ശേഷം ഒബ്ജക്ട് സെലക്ട് ചെയ്തു, എൻറ്റർ ചെയ്തു. ഇവിടെ പ്രിവ്യൂ കാണിച്ചു തരും. രണ്ടാമത്തെ ഓപ്ഷൻ കൺവേർട്ട് ബ്ലോക്ക് എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ നോക്കിക്കേ, ഈ ഒരു സോഴ്സ് ഒബ്ജക്ട് തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട്. അതാണ് ആ ഇരിക്കുന്ന കൺവേർട്ട് ബ്ലോക്ക് എന്നൊരു ഓപ്ഷൻ കൊടുത്താൽ നമ്മൾ ഏത് ഒബ്ജക്റ്റിനെയാണ് ബ്ലോക്ക് ആക്കിയത് അത് നമ്മുടെ ഇന്റർഫേസിന് ഉള്ളിൽ ഇരുന്ന് തന്നെ അതങ്ങ് ബ്ലോക്ക് ആയിട്ടുണ്ടാവും. ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ കണ്ടോ 2 എന്നൊരു ബ്ലോക്കും ഇവിടെ ക്രിയേറ്റ് ആയിട്ട് ഉണ്ടാവും. അടുത്ത നമുക്ക് മൂന്നാമതൊരു ഡ്രോയിങ് കൂടി പ്രിപ്പയർ ചെയ്യാൻ ഞാൻ സർക്കിൾ ആണ് വരയ്ക്കുന്നത്. ഇതിനെയും ഞാൻ ബ്ലോക്ക് ആക്കുന്നു. ഇവിടെ 3 എന്നൊരു നെയിം കൊടുക്കുന്നു. പിക്ക് പോയിന്റ് ഓപ്ഷൻ എടുത്തിട്ട് സർക്കിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ സെന്റർ പോയിന്റ് കൊടുക്കുന്നു. സെലക്ട് ഒബ്ജക്ട് എടുത്തതിന് ശേഷം എന്ത് ചെയ്യാ, ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, എൻറ്റർ ചെയ്യുന്നു, റിവ്യൂ കാണിച്ചു, ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സോഴ്സ് ഒബ്ജക്ട് ഇന്റർഫേസിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. പക്ഷെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബ്ലോക്ക് അവിടെ ഉണ്ടാവും. കണ്ടോ? ക്ലിയർ? ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് നമുക്ക് വെറുതെ ബ്ലോക്ക് മാത്രമല്ല, നമുക്ക് ആട്രിബ്യൂട്ട്സ് ഒക്കെ കൊടുത്ത് വെക്കാൻ പറ്റും. അത് ബ്ലോക്ക് ചെയ്താൽ മാത്രമേ ആട്രിബ്യൂട്ട് ആയിട്ടൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കുറച്ചിപ്പം ഡോറിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ നമുക്ക് ടെക്സ്റ്റ് പോലെ തോന്നുമെങ്കിലും അതൊരു ഡാറ്റ ആയിട്ട് നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ്. അത് ബ്ലോക്ക് ചെയ്താൽ മാത്രമേ അതിന്റെ ഔട്ട്പുട്ട് ഒക്കെ കിട്ടത്തുള്ളൂ. ആട്രിബ്യൂട്ട്സ് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പഠിക്കുന്നതായിരിക്കും. ദെൻ ഇതാണ് ക്രിയേറ്റ് ബ്ലോക്ക് ഓപ്ഷൻ. രണ്ടാമത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് റൈറ്റ് ബ്ലോക്ക് ആണ്. റൈറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇൻസേർട്ട് ബട്ടൺ എടുക്കുമ്പോൾ ഇവിടെ എല്ലാം എന്തുണ്ട്, ഞാൻ ക്രിയേറ്റ് ചെയ്ത് 1 2 3 എന്ന് പറഞ്ഞ ബ്ലോക്ക് ഇവിടെ തന്നെ കിടപ്പുണ്ട്. പക്ഷെ ഞാൻ രണ്ടാമത് ഒരു ഡ്രോയിങ് ഇവിടെ പുതിയൊരു ഡ്രോയിങ് ഇവിടെ ഓപ്പൺ ചെയ്യാണ്.
അവിടെ വന്നിട്ട് ന്യൂ ഡ്രോയിങ് എടുത്തു കേട്ടോ. ന്യൂ ഡ്രോയിങ് എടുത്തിട്ട് ഇൻസേർട്ട് ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തില്ല, ഞാൻ ക്രിയേറ്റ് ചെയ്ത ബ്ലോക്ക് ഇല്ല. കാരണം അത് ഈ ഒരു ഡ്രോയിങ്ങിൽ മാത്രമേ കിട്ടത്തുള്ളൂ. നമുക്ക് ഇനി ക്രിയേറ്റ് ചെയ്യുന്ന ഡ്രോയിങ്സിലും ബ്ലോക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ കൂടി യൂസ് ചെയ്യാം. അതാണ് റൈറ്റ് ബ്ലോക്ക്. റൈറ്റ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇൻസേർട്ടിനകത്തുനിന്ന് ഇവിടുന്ന് റൈറ്റ് ബ്ലോക്ക് എടുക്കാം. അല്ലെങ്കിൽ ഡബ്ല്യു ബ്ലോക്ക് എന്നും പറയും. WB എന്നൊരു ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും റൈറ്റ് ബ്ലോക്ക് ആണ്. റൈറ്റ് ബ്ലോക്കിനകത്ത് നമുക്ക് ബ്ലോക്കിനെ റൈറ്റ് ബ്ലോക്ക് ആക്കാം, എൻ്റയർ ഡ്രോയിങ്ങിനെ റൈറ്റ് ബ്ലോക്ക് ആക്കാം, പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ റൈറ്റ് ബ്ലോക്ക് ആക്കാം. ഇപ്പൊ എന്റെ കയ്യിൽ ബ്ലോക്ക് ആണുള്ളത്, സോ ഞാൻ ബ്ലോക്ക് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഏത് ബ്ലോക്ക് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇത് നമ്മളൊരു എക്സ്ട്രാ ഒരു ഫയൽ ആയിട്ടാണ് ഇവിടെ സേവ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഞാൻ ബ്രൗസ് ചെയ്തിട്ട് ഞാനൊന്ന് ലൊക്കേഷൻ കൊടുക്കുകയാണ്. ഡെസ്ക്ടോപ്പിനകത്ത് തേർഡ് ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ട് അതങ്ങ് സേവ് ആവുകയാണ്. ദെൻ ഓക്കെ. ഇനി എനിക്ക് ഇവിടെ ഡ്രോയിങ് 7 വന്നു കഴിഞ്ഞാൽ പുതിയ ഡ്രോയിങ്ങിനകത്താണ് ഇൻസേർട്ട് ബട്ടൺ എടുക്കുമ്പോൾ ഇവിടെ ഉണ്ടാവില്ല, ബ്രൗസ് ചെയ്തെടുക്കാൻ പറ്റും. ബ്രൗസ് ചെയ്ത് ഡെസ്ക്ടോപ്പിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ഉണ്ടാവും. കണ്ടോ 3 എന്ന് പറഞ്ഞ ഡ്രോയിങ് ഉണ്ട്. ഓപ്പൺ ചെയ്യാം. ഓക്കെ, കണ്ടോ ഇതാണ് പ്രത്യേകത. നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രോയിങ് മാത്രം ചെയ്തിട്ട് അതിനൊരു ഫയലായിട്ട് സേവ് ചെയ്ത് വെച്ചാലും ഇങ്ങനെ ബ്രൗസ് ചെയ്ത് എടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നതും റൈറ്റ് ബ്ലോക്ക് ആയിട്ട് ഒരു ഫയലായിട്ട് അതിനെ സേവ് ചെയ്ത് വെക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം, അതിന്റെ ഫയൽ സൈസ് ഡിഫറെന്റ് ആയിരിക്കും. ഈ റൈറ്റ് ബ്ലോക്ക് ആയിട്ട് ചെയ്യുമ്പോൾ ഫയൽ സൈസ് വളരെ കുറവ് KB ആയിട്ടായിരിക്കും പോവുക. എന്നാൽ ഫയൽ ഡയറക്റ്റ് ഫയലായിട്ടാണ് സേവ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ച് MB ഫയലായിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ആണ് ബെറ്റർ. അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത ഡ്രോയിങ്ങിലേക്ക് കിട്ടാൻ വേണ്ടി ടൂൾ പാലറ്റ് എന്നൊരു ഓപ്ഷൻ കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ടൂൾ പാലറ്റ് എന്ന് പറഞ്ഞ ടൂൾസിൽ പാലറ്റ്സിനകത്ത് ടൂൾ പാലറ്റ് ആണ്. ടൂൾ പാലറ്റിനകത്ത് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇതാണ് ടൂൾ പാലറ്റ്. എനിക്കൊരു പുതിയ പാലറ്റ് വേണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ന്യൂ പാലറ്റ് എടുക്കാം. സോറി, ന്യൂ പാലറ്റ്. പിന്നെ ഞാൻ അതിനകത്തേക്ക് അത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഈ ഫയൽ ഒന്ന് സേവ് ചെയ്യണം. സേവ് ചെയ്താൽ മാത്രമേ പോകത്തുള്ളൂ. ഞാൻ വെറുതെ അങ്ങ് സേവ് ചെയ്യണേ. എന്നിട്ട് നമുക്ക് ആ ബ്ലോക്കിനെ അതിനകത്ത് ഇല്ലാത്ത ബ്ലോക്ക് ഇതാണ്, മറ്റേ ഡ്രോയിങ്ങിനകത്ത് ഇല്ലാത്ത ഇതായിരുന്നു, സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇടാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോഴാണ് ഇവിടെ ഡ്രോയിങ്ങിലേക്ക് പോയിട്ടുണ്ടാവുക. ഇനി ഞാൻ ഏതൊക്കെ ഡ്രോയിങ് പുതിയ ഡ്രോയിങ് എവിടെ ഓപ്പൺ ചെയ്താലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബ്ലോക്കിനെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ടൂൾ പാലറ്റ്. ഓക്കെ, എനിക്ക് ഇനി ഇതിനകത്ത് നമുക്ക് വേറെ ബ്ലോക്സ് ഒക്കെ എടുക്കണമെങ്കിൽ ഇവിടെ സ്ട്രക്ചറിനകത്തും സിവിലിനകത്തൊക്കെ ഒരുപാട് ഫോൾഡേഴ്സ് ഉണ്ട്. ഇവിടെ നിന്ന് ആർക്കിടെക്ചർ ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡോറും വിൻഡോസും ഒക്കെ ഇവിടെ തന്നെ കിട്ടും. കണ്ടോ ഡോറൊക്കെ കിട്ടും. ഡോറൊക്കെ കൊണ്ട് പ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. ഇതൊക്കെ ഡോറാണ്, പക്ഷെ കുറച്ച് ആക്ഷൻസ് ഒക്കെ ഉള്ള ഡോറാണ്. അത് ഇനി വരുന്ന വീഡിയോയിൽ പഠിക്കും. ഇത് ഡൈനാമിക് ഡോർ ആണ്. ഡൈനാമിക് ഡോറെല്ലാം ഇനി വരുന്ന വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെയിൽ ചെയ്യാം. സോ താങ്ക് യു.